നമസ്കാരം. ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പ്രധാന വേഷത്തിലെത്തി തിയേറ്റർ റിലീസായി വന്ന ദാവീദ് സ്പോർട്സ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ആഷിക് അബു ആണ് നായക കഥാപാത്രം. ഭാര്യയോടും മകളോടൊപ്പം കൊച്ചിയിൽ താമസം. കാര്യമായി ജോലിക്കൊന്നും പോകുന്നില്ല എന്നതാണ് ഒരു വിഷയം. ഭാര്യയ്ക്ക് അതിൽ അമർഷവുമുണ്ട്. മകളെ സംബന്ധിച്ച് അവളുടെ ഹീറോ ആണ് വാപ്പി. ഇടയ്ക്ക് ബൗൺസറായി ജോലിക്ക് പോകുന്ന ആഷിക് അബുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില അപ്രതീക്ഷിത കാര്യങ്ങളും അതിൻ്റെ തുടർച്ചകളുമൊക്കെ ആയാണ് ദാവീദ് മുന്നോട്ട് പോകുന്നത്. സ്പോർട്സ് പ്രധാന വിഷയമായി വരുന്ന സിനിമകൾ മറ്റു ഭാഷകളിൽ ഏറെ കണ്ടിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ താരതമ്യേന കുറവാണ് എന്ന് പറയാം. ദാവീദിലെത്തുമ്പോഴും ടെംപ്ലേറ്റഡ് പരിപാടിയാണ്. അപ്പോഴും രണ്ടാം പകുതിയിൽ മൊത്തത്തിൽ ഗ്രാഫ് ഉയർത്താൻ സാധിക്കുന്നു എന്നത് സിനിമയുടെ ഒരു പ്രധാന പോസിറ്റീവായി തന്നെ അനുഭവപ്പെട്ടു. ആന്റണി വർഗീസാണ് ആഷിക് അബു എന്ന കഥാപാത്രമായി എത്തുന്നത്. ഫിസിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ എഫേർട്ട് തീർച്ചയായും പരാമർശിക്കേണ്ടതാണ്. പ്രകടനത്തിലേക്ക് വരുമ്പോൾ ഭാര്യയും മകളുമായുള്ള സീനുകളൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷൻ കെമിസ്ട്രിയും സിനിമയിലുടനീളം വർക്കായിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ ഒരു സ്പേസ് ലഭിക്കുന്നത് രണ്ടാം പകുതിയിലാണ്. പരിശീലനവും റിങ്ങിലെ പരിപാടികളും ഒക്കെ ആകുമ്പോൾ ഒരു ലൈവ് പരിപാടി എന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാനും ആന്റണി വർഗീസിന് സാധിക്കുന്നുണ്ട്. ലിജോ മോളാണ് ആഷിക്കിൻ്റെ ഭാര്യ കഥാപാത്രമായിട്ട് എത്തുന്നത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ത്രീ അവരുടെ സാഹചര്യങ്ങളെയും അവസ്ഥകളെയും ഒക്കെ കൺവിൻസിംഗ് ആയി തന്നെ സിനിമയിലുടനീളം അവതരിപ്പിച്ചിട്ടുമുണ്ട്. വിജയരാഘവനാണ് മറ്റൊരു പ്രധാന വേഷത്തിൽ. നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലുക്ക്, ആറ്റിറ്റ്യൂഡൊക്കെ ആ കഥാപാത്രത്തിന് ഡെപ്ത് കൊടുക്കുന്നതുമുണ്ട്. ആഷിക്കിൻ്റെ മകൾ കഥാപാത്രമായി വരുന്ന ജസ് സ്വീജൻ രസമായി തന്നെ റോൾ ചെയ്തിട്ടുണ്ട്. സൈനുൽ അക്മദോവ് എന്ന ബോക്സിംഗ് താരമായി എത്തുന്നത് മോ ഇസ്മയിലാണ്. നല്ലൊരു ചോയ്സ് തന്നെയായിരുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഫിസിക്കൊക്കെ മികച്ച രീതിയിൽ തന്നെ സിനിമയിൽ ഉപയോഗിക്കാനും സാധിച്ചിട്ടുണ്ട്. സൈജു ഗ്രൂപ്പ്, അജു വർഗീസ്, വിനീത് തട്ടിൽ എന്നിവരും സിനിമയിൽ പ്രാധാന്യമുള്ള വേഷങ്ങളിലെത്തിയിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിൽ ഛായാഗ്രഹണം എടുത്തു പറയേണ്ട കാര്യമാണ്. ബോക്സിംഗ് റിങ്ങിലെ പരിപാടികളൊക്കെ മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. കഥ പൂളാടിക്കുന്ന് എന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും വിഷ്വലി അതിൻ്റെ സാധ്യതകളെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. രസമുള്ള കാഴ്ചകളായിരുന്നു. ആക്ഷൻ സീനുകൾ ലിഫ്റ്റ് ചെയ്തെടുക്കുന്നതിൽ പശ്ചാത്തല സംഗീതവും പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. സാലു കെ തോമസ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിൻ്റെ സംഗീതം ജസ്റ്റിൻ വർഗീസ്, എഡിറ്റിംഗ് രാകേഷ് ചെറുമടം എന്നിവരാണ് കൈകാര്യം ചെയ്തത്. സിനിമയുടെ തുടക്കം ആഷിക് അബു എന്ന കഥാപാത്രത്തെയും അയാളുടെ സാഹചര്യങ്ങളെയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ചധികം സമയമെടുക്കുന്നുണ്ട്. അതിൽ തന്നെ കാര്യമില്ലാതെ പോകുന്ന സബ് പ്ലോട്ടുകളും കാണാം. പിന്നീട് പ്രധാന പോയിന്റിലെത്തിയ ശേഷവും സിനിമ മെല്ലെയാണ് മൂവ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ചില കാര്യങ്ങളിൽ പ്രഡിക്റ്റബിലിറ്റി കൂടെ ആവുമ്പോൾ ആ മെല്ലെ പോക്ക് ഒരു പ്രശ്നമാവുന്നുണ്ട്. ദാവീദ് എന്ന ചിത്രം സ്പോർട്സ് ഡ്രാമകളിലൊക്കെ കണ്ട വഴികൾ സ്വീകരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ആദ്യ പകുതിയിൽ നായകനെയും അയാളുടെ അവസ്ഥകളെയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ചധികം സമയമെടുക്കുന്നുമുണ്ട്. രണ്ടാം പകുതിയിലും ടെംപ്ലേറ്റഡ് കാഴ്ചകളാണെങ്കിലും പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊണ്ട് തന്നെ ബോക്സിംഗ് റിങ്ങും അതിലെ കാഴ്ചകളും കൊള്ളാം എന്ന നിലയിൽ എത്തുന്നതുമുണ്ട്. ആന്റണി വർഗീസ് അതിലെടുത്ത എഫേർട്ട് എന്നതും തീർച്ചയായും പരാമർശിക്കേണ്ടതാണ്. ബോക്സിങ്ങിനെ കുറിച്ച് പറയുമ്പോഴും കാഴ്ചകൾ കാണുമ്പോഴും ഒരു ലൈവ് ഫീൽ നൽകി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സിനിമയുടെ സേവിങ് ഫാക്ടർ എന്നതും രണ്ടാം പകുതിയിൽ ഈ കാഴ്ചകൾ തന്നെയാണ്. ബോക്സിംഗ് റിങ്ങിലെ ഇടികൾക്കൊപ്പം തന്നെ ഇമോഷണലി കൂടെ ഒന്ന് പ്രേക്ഷകനെ ടച്ച് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഓവറോൾ എന്നെ സംബന്ധിച്ച് ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു വാച്ചബിൾ എക്സ്പീരിയൻസ് നൽകിയ സിനിമയാണ് ദാവീദ്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.